ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റീലിനെ പറ്റിയാണ്. സ്റ്റീൽ എന്ന പദം ഒരു ഗ്രീക്ക് വേർഡായിട്ടുള്ള പില്ലർ എന്ന മീനിങ് ഉള്ള ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ എന്ന് പറയുന്നത് ആക്ച്വലി ആ സെൻട്രൽ ആയിട്ടുള്ള വാസ്കുലാർ സിലിണ്ടറിനെയാണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് ഓർ വിത്തൗട്ട് പിത്ത് ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം. അതുപോലെ അതിന് കോർട്ടെക്സിൽ നിന്ന് വേർതിരിക്കുന്നത് എൻഡോഡെർമിസ് വഴിയാണ്. എൻഡോഡെർമിസിന് അകത്തേക്കുള്ള മൊത്തം ഭാഗത്തിനെയാണ് നമ്മൾ ആക്ച്വലി സ്റ്റീൽ എന്ന് പറയുന്നത്. സ്റ്റീലാണ് വാസ്കുലാർ സിസ്റ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഫുഡ് ഫോർവേഡ് ചെയ്തത് വാൻ ടെക്മാനും ഡോളിയോട്ടുമാണ് 1886. അവർ രണ്ടുപേരും കൂടെ പ്രപ്പോസ് ചെയ്ത തിയറിയാണ് സ്റ്റീലാർ തിയറി. ആ തിയറി അനുസരിച്ച് റൂട്ടിനായാലും സ്റ്റെമ്മിനായാലും ഒരു സെയിം ആയിട്ടുള്ള ബേസിക് സ്ട്രക്ചറാണുള്ളത്. രണ്ട് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉള്ളൊരു ബേസിക് സ്ട്രക്ചറാണ് റൂട്ടിനും സ്റ്റെമ്മിനും ഉള്ളത്. ഒരു കോർട്ടെക്സും ഒരു സെൻട്രൽ സിലിണ്ടറുമാണ് ആ രണ്ട് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. വാൻ ടെക്മാനും ഡോളിയോട്ടും പിന്നെ കൺസിഡർ ചെയ്തൊരു കാര്യമാണ് എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. കോർട്ടെക്സിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറാണ്. അതാണ് ആക്ച്വലി അനാറ്റമിക്കലായിട്ടുള്ള ബൗണ്ടറി. ഈ രണ്ട് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിനെ വേർതിരിക്കുന്ന ബൗണ്ടറി എന്ന് പറയുന്നത് എൻഡോഡെർമിസ് ആണ്. ടൈപ്സ് ഓഫ് സ്റ്റീൽ. മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റീലാണുള്ളത്, പ്രോട്ടോ സ്റ്റീലും സൈഫണോ സ്റ്റീലും. പ്രോട്ടോ സ്റ്റീലിനകത്ത് ഒരു സെൻട്രൽ സോളിഡ് സിലിണ്ടർ ഓഫ് സൈലം സറൗണ്ടഡ് ബൈ ഫ്ലോയം. സൈലവും ഫ്ലോയം മാത്രമേ കാണുള്ളൂ പ്രോട്ടോ സ്റ്റീലിനകത്ത്. സൈലത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഫ്ലോയം കാണും. അങ്ങനെയാണ് നമ്മൾ പ്രോട്ടോ സ്റ്റീൽ കാണുന്നത്. സൈഫണോ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഹാവിങ് എ സെൻട്രൽ പിത്ത് സറൗണ്ടഡ് ബൈ സൈലം. നടുക്ക് പിത്ത് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. നടുക്ക് പിത്ത്, പിന്നെ സൈലം, പിന്നെ ഫ്ലോയം. അങ്ങനെയാണ് സൈഫണോ സ്റ്റീൽ കാണുക. ടൈപ്സ് ഓഫ് പ്രോട്ടോ സ്റ്റീൽ. പ്രോട്ടോ സ്റ്റീലിന് തന്നെ പല ടൈപ്പുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ഹാപ്ലോ സ്റ്റീൽ. ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള സ്റ്റീൽ എന്ന് നമ്മൾ പറയുന്നത് ഹാപ്ലോ സ്റ്റീലാണ്. അതിനകത്ത് ഒരു സെൻട്രൽ സോളിഡ് കോർ ഓഫ് സൈലം സറൗണ്ടഡ് ബൈ ഫ്ലോയമാണ് കാണാനായിട്ട് പറ്റുക. നടുക്ക് സൈലം, ചുറ്റും ഫ്ലോയം. അങ്ങനെയാണ് നമുക്ക് ഹാപ്ലോ സ്റ്റീലിനെ കാണാനായിട്ട് പറ്റുക. സൈലം മോറോർലെസ് സർക്കുലാർ ആയിരിക്കും നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. എക്സാമ്പിളാണ് റൈനിയ, ഹോർണിയോഫൈറ്റൻ, സെലാജിനല പോലുള്ള മെമ്പേഴ്സിനകത്ത്. ഇതിനകത്ത് റൈനിയൊക്കെ ഫോസിൽ ടെർഡോഫൈറ്റ്സ് ആണ്. ഇതിനകത്തൊക്കെ ഹാപ്ലോ സ്റ്റീലാണ് കാണുക. അതായത് സൈലം ഒരു സർക്കുലാർ ആയിട്ടുള്ള നടുക്ക് സൈലം കാണും, ചുറ്റും ഫ്ലോയം കാണും. ഇപ്പോൾ ഈ ഡയഗ്രത്തിനകത്ത് ആ പിങ്ക് കളറിൽ കാണുന്നതാണ് സൈലം, ചുറ്റും കാണുന്ന ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഫ്ലോയം. നെക്സ്റ്റ് വണ്ണാണ് ആക്ടിനോ സ്റ്റീൽ. ഹാപ്ലോ സ്റ്റീലിന് തന്നെ ഒരു മോഡിഫിക്കേഷനാണ് ആക്ച്വലി ഹാപ്ലോ സ്റ്റീലിന് തന്നെ ഒരു മോഡിഫിക്കേഷനാണ് ആക്ടിനോ സ്റ്റീൽ എന്ന് പറയുന്നത്. ഇവിടെ സൈലം സ്റ്റാർ ഷേപ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റെല്ലൈറ്റ് അപ്പിയറൻസ് ആയിരിക്കും. റേഡിയേറ്റിംഗ് ആംസോട് കൂടിയിട്ട് സ്റ്റാർ ഷേപ്പിലാണ് നമുക്കിവിടെ സൈലം കാണാനായിട്ട് പറ്റുക. ഫ്ലോയം സ്മോൾ പാച്ചസ് ആയിട്ട് ഈ ആംസിൻ്റെ, ഈ സ്റ്റാറിൻ്റെ കൈകളുടെ ഇടയ്ക്കുള്ള ഭാഗത്ത് ചെറിയ പാച്ചസ് ആയിട്ടാണ് നമുക്ക് ഫ്ലോയം കാണാനായിട്ട് പറ്റുക. ഇതിന് എക്സാമ്പിളാണ് സൈലോട്ടം, ലൈക്കോപോഡിയം സെറേറ്റം, അതുപോലെ ഫോസിൽ ഫോംസ് ആയിട്ടുള്ള ആസ്ട്രോസൈലോൺ, സ്പീനോഫിലോ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ആക്ടോ സ്റ്റീലിൻ്റെ എക്സാമ്പിളാണ് സൈലോട്ടം, ലൈക്കോപോഡിയം, സെറേറ്റം. നെക്സ്റ്റ് വണ്ണാണ് പ്ലക്ടോ സ്റ്റീൽ. പ്ലക്ടോ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് പ്രോട്ടോ സ്റ്റീലിനെയാണ് നമ്മൾ പ്ലക്ടോ സ്റ്റീൽ എന്ന് പറയുന്നത്. ഇവിടെ സൈലത്തിനെ കുറേയധികം പാരലായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന പ്ലേറ്റ്സ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. സൈലം പ്ലേറ്റിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഫ്ലോയോ ഉണ്ട്. സിമ്മർമാനാണ് ഇങ്ങനെയുള്ളൊരു സ്റ്റീലിനെ പ്ലക്ടോ സ്റ്റീൽ എന്ന് പറയുന്നത്. ഇതാണ് ആക്ച്വലി ലൈക്കോപോഡിയം ക്ലെവേറ്റത്തിൻ്റെ ഏരിയൽ ഷൂട്ടിനകത്തും കോണിനകത്തും നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ ലൈക്കോപോഡിയം സർണത്തിനകത്ത് ആക്ടിനോ സ്റ്റീലാണ്, ലൈക്കോപോഡിയം ക്ലവേറ്റത്തിനകത്ത് പ്ലക്ടോ സ്റ്റീലാണ്. ഈ ഡയഗ്രം നോക്കി കാണാം, സൈലമാണ് ആ റെഡ് കളറിൽ കാണിക്കുന്നത്, ഗ്രീൻ കളറിൽ ചുറ്റും കാണുന്നതാണ് ഫ്ലോയം. നെക്സ്റ്റ് ടൈപ്പാണ് മിക്സ്ഡ് പ്രോട്ടോ സ്റ്റീൽ എന്ന് പറയുന്നത്. ഇവിടെ സൈലം ഗ്രൂപ്പ്സ് യൂണിഫോംലി സ്കാറ്റേർഡ് ആയിരിക്കും ഫ്ലോയത്തിനകത്ത് അവിടെ ഇവിടെയായിട്ട് സ്കാറ്റേർഡ് ആയിട്ടാണ് സൈലം കാണുക. ഇതിന് എക്സാമ്പിളാണ് ലൈക്കോപോഡിയം സർണമാണ് മിക്സ്ഡ് പ്രോട്ടോ സ്റ്റീലിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇവിടെ ഈ റെഡ് കളറിൽ കാണിക്കുന്നതാണ് നമ്മുടെ സൈലം ഗ്രൂപ്പ്സ്, ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഫ്ലോയം. നെക്സ്റ്റാണ് സൈഫണോ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നടുക്ക് പിത്ത് കാണുന്ന സ്റ്റീലിനെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൈലോം ഫ്ലോയും കൂടാണ്ട് നടുക്കൊരു പിത്ത് കൂടി കാണുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ സൈഫോണോ സ്റ്റീൽ എന്ന് പറയുന്നത്. അതായത് ഒരു സിമ്പിളായിട്ടുള്ള പ്രോട്ടോ സ്റ്റീലിന് ഒരു ചെറിയ പ്ലാന്റിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യാനായിട്ടാണ് പറ്റുള്ളൂ. പ്ലാന്റിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ സ്റ്റെമ്മിൻ്റെയൊക്കെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റീലിനകത്ത് വളരെയധികം ഇൻറ്റേർണലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മോഡിഫിക്കേഷനാണ് ഒരു പാരൻകൈമേറ്റസ് പിത്ത് അല്ലെങ്കിൽ മെഡുല പ്രോട്ടോ സ്റ്റീലിന് നടുക്കായിട്ട് ഫോം ചെയ്തു എന്നുള്ളത്. അങ്ങനെയുള്ളൊരു മോഡിഫൈഡ് പ്രോട്ടോ സ്റ്റീൽ വിത്ത് സെൻട്രൽ പിത്തുള്ള സ്റ്റീലിനെയാണ് നമ്മൾ സൈഫോണോ സ്റ്റീൽ അല്ലെങ്കിൽ മെഡുലേറ്റഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഡയഗ്രത്തിനകത്ത് വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത്, നടുക്ക് വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് പിത്ത്, ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് സൈലം, അതുകൂടാണ്ട് ഫ്ലോയോ ആണ് പിന്നെ കാണിച്ചിരിക്കുന്നത്. സൈഫോണോ സ്റ്റീൽ ജെഫ്രയാണ് ലീഫും ബ്രാഞ്ച് ട്രേസസിൻ്റെയും അസോസിയേഷൻ അനുസരിച്ച് 2 ടൈപ്പ് ഓഫ് സൈഫോണോ സ്റ്റീൽ പറഞ്ഞു. ലീഫ് ഗ്യാപ്സ് ഇല്ലാത്ത സൈഫോണോ സ്റ്റീലിനെ ക്ലാഡോ സൈഫോണിക് സൈഫോണോ സ്റ്റീൽ എന്നും ലീഫും ബ്രാഞ്ച് ഗ്യാപ്പും പ്രസൻ്റ് ആയിട്ടുള്ള സൈഫോണോ സ്റ്റീലിനെ ഫില്ലോ സൈഫോണിക് സൈഫോണോ സ്റ്റീലിനുമാണ് പറഞ്ഞത്. ലീഫ് ഗ്യാപ്പ് ഇല്ലാത്തവരെ ക്ലാഡോ സൈഫോണിക് സൈഫോണോ സ്റ്റീലും ലീഫ് ഗ്യാപ്പും ബ്രാഞ്ച് ഗ്യാപ്പും ഉള്ളവരെ ഫില്ലോ സൈഫോണിക് സൈഫോണോ സ്റ്റീൽ എന്നുമാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് വരാവുന്ന 2 ഡൗട്ടുകളാണ്. എന്താണ് ലീഫ് ഗ്യാപ്പ് എന്താണ്, അല്ലെങ്കിൽ ബ്രാഞ്ച് ഗ്യാപ്പ് എന്താണ്, അതുപോലെ ലീഫ് ട്രേസ് എന്താണ് എന്നുള്ളത്. എന്താ ലീഫ് ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വാസ്കുലാർ ടിഷ്യൂസ്, നമ്മുടെ സ്റ്റെമ്മിനെയും ലീഫിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വാസ്കുലാർ ടിഷ്യൂസിനെയാണ് നമ്മൾ ലീഫ് ട്രേസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ചെടിയാണെന്ന് വിചാരിക്കുക, ഒരു മരമാണെന്ന് വിചാരിക്കുക. അതിനകത്ത് ഈ മെയിൻ സ്റ്റെമ്മിൻ്റെ വാസ്കുലാർ ടിഷ്യൂസ് ലീഫുമായിട്ട് കണക്ട് അതിനെയാണ് നമ്മൾ ലീഫ് ട്രേസ് എന്ന് പറയുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ മെയിൻ വാസ്കുലാർ സിലിണ്ടറിൻ്റെ ഇവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും, ഇവിടെയായിട്ട് ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ലീഫ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ലീഫ് ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള വാസ്കുലാർ സിലിണ്ടർ അല്ലെങ്കിൽ സൈലം ടിഷ്യൂസ് ലീഫുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ വാസ്കുലാർ ബണ്ടിൽസ്, ദ വാസ്കുലാർ ടിഷ്യൂ വിച്ച് കണക്ട്സ് ദ മെയിൻ സ്റ്റെം ടു ദ ലീഫ്, അതിനെയാണ് നമ്മൾ ലീഫ് ട്രേസ് എന്ന് പറയുന്നത്. അന്നേരം മെയിനായിട്ടുള്ള വാസ്കുലാർ ടിഷ്യൂ അല്ലെങ്കിൽ ആ വാസ്കുലാർ സിലിണ്ടറിന് ഒരു ഇൻട്രപ്ഷൻ വരും, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ലീഫ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് സൈഫോണോ സ്റ്റീലും പല ടൈപ്പ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വണ്ണാണ് എക്ടോഫ്ലോയിക് സൈഫോണോ സ്റ്റീൽ. എക്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കാണുന്നതിനാണ് നമ്മൾ എൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത്. അപ്പോൾ എക്ടോഫ്ലോയിക് സൈഫോണോ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഫ്ലോയം റിങ്, സൈലത്തിന് പുറത്തായിട്ട് ഒരു സിംഗിൾ ഫ്ലോയം റിങ് ആണ് ഉള്ളത് എങ്കിൽ അങ്ങനെയുള്ള ഒരു സൈഫോണോ സ്റ്റീലിനെയാണ് നമ്മൾ എക്ടോഫ്ലോയിക് സൈഫോണോ സ്റ്റീൽ എന്ന് പറയുന്നത്. ഇക്യുസീറ്റം, ഓസ്മുണ്ട പോലുള്ള മെമ്പേഴ്സിനകത്തൊക്കെ എക്ടോഫ്ലോയിക് സൈഫോണോ സ്റ്റീലാണ്. നെക്സ്റ്റ് വണ്ണാണ് ആംഫിഫ്ലോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ഥലത്ത് അല്ലേ, 2 ഇത് കാണുന്നതിനെയാണ് നമ്മൾ ആംഫിഫ്ലോയിക് എന്ന് പറയണത്. അഡയാൻഡം, ഡ്രയോപ്റ്ററസ്, മാർസീലിയ അങ്ങനെയുള്ള മെമ്പേഴ്സിനകത്തൊക്കെ 2 ഫ്ലോയും ഉണ്ട്. ഒരെണ്ണം എക്സ്റ്റേണലും ഒരെണ്ണം സൈലത്തിന് ഇൻറ്റേർണലുമായിട്ട്. സൈലത്തിന് അകത്തുമായിട്ടൊരു ഫ്ലോയും കാണും, അതുപോലെ സൈലത്തിന് പുറത്തായിട്ടും ഒരു റിങ് ഓഫ് ഫ്ലോയും കാണും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ആംഫിഫ്ലോയിക് സൈഫോണോ സ്റ്റീൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മെമ്പേഴ്സിന് ആക്ച്വലി 2 എൻഡോഡെർമിസ് കാണും. ഔട്ടർ എൻഡോഡെർമിസ് ആണ്. ഔട്ടർ ഫ്ലോയത്തിന് പുറത്ത് കിടക്കുന്ന എൻഡോഡെർമിസിന് നമ്മൾ ഔട്ടർ എൻഡോഡെർമിസും, ഇന്നർ ഫ്ലോയത്തിൻ്റെ അകത്തേക്ക് കാണുന്നതിന്, അതായത് പിത്തിന് പുറത്തായിട്ട് കാണുന്നതിന് നമ്മൾ ഇന്നർ എൻഡോഡെർമിസ് എന്ന് പറയും. മാർസീലിയ, അഡയാൻഡം, ഡ്രയോപ്റ്ററസ് പോലുള്ള മെമ്പേഴ്സിന് അതാണ് ആംഫിഫ്ലോയിക് സൈഫോണോ സ്റ്റീൽ കാണുക. നമുക്ക് ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 നമുക്ക് മനസ്സിലാക്കാം. ഇതിനകത്ത് ഫസ്റ്റ് നോക്കി ആദ്യത്തത് എക്ടോഫ്ലോയിക്കിനകത്ത് നടുക്ക് പിത്ത് കാണുന്നുണ്ട്. നടുക്ക് പിത്ത് കാണുന്നുണ്ട്, പുറത്തായിട്ട് സൈലം, അത് കഴിഞ്ഞിട്ടൊരു ഔട്ടർ ഫ്ലോയം,
ഔട്ടർ പെരിസൈക്കിൾ കഴിഞ്ഞിട്ട് എൻഡോഡെർമിസ്, കോർട്ടെക്സ്. ഇനി ഇതിനകത്ത് നോക്കിയേ, ആംഫിഫ്ലോയിക്കിനകത്ത് പിത്തുണ്ട്, ഇന്നർ ഫ്ലോയം ഉണ്ട്, ഇന്നർ പെരിസൈക്കിൾ ഉണ്ട്, ഇന്നർ എൻഡോഡെർമിസും ഉണ്ട്. അതുകൂടാണ്ട് ഔട്ടർ ഫ്ലോയം ഉണ്ട്, ഔട്ടർ പെരിസൈക്കിൾ ഉണ്ട്, ഔട്ടർ എൻഡോഡെർമിസ് ഉണ്ട്, ഔട്ടർ കോർട്ടെക്സും ഉണ്ട്. ഇനി ഒറിജിൻ ഓഫ് സൈഫണോസ്റ്റീൽ. സൈഫണോസ്റ്റീലിൻ്റെ ഒറിജിനെ പറ്റി 2 തിയറീസാണുള്ളത്. ഇൻട്രാസ്റ്റീലാർ ഒറിജിൻ അല്ലെങ്കിൽ ഇൻട്രാ സൈലറി ഒറിജിനും എക്സ്ട്രാ സ്റ്റീലാർ ഒറിജിൻ അല്ലെങ്കിൽ എക്സ്ട്രാ സൈലറി ഒറിജിനും. ഇൻട്രാസൈലറി അല്ലെങ്കിൽ ഇൻട്രാസ്റ്റീലാർ ഒറിജിൻ അനുസരിച്ച് സൈഫണോസ്റ്റീൽ ഡെവലപ്പ് ചെയ്തത് നടുക്കുള്ള സൈലത്തിൻ്റെ എക്സ്പാൻഷൻ വഴിയാണ്. സൈലം എക്സ്പാൻഡ് ചെയ്ത വഴിയാണ് ഇൻട്രാസ്റ്റീലാർ അല്ലെങ്കിൽ ഇൻട്രാസ്റ്റീലാർ ഒറിജിൻ അനുസരിച്ച് സൈഫണോസ്റ്റീൽ ഡെവലപ്പ് ചെയ്തത് സെൻട്രൽ മാസ് ഓഫ് സൈലം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ്. ഇത് സപ്പോർട്ട് ചെയ്തവരാണ് ബോഡിൽ, ബോവർ, ഗ്വാൻ വാഗ്വാൻ, ഇവരൊക്കെയാണ് അത് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ പാരൻകൈമേറ്റസ് ആയിട്ടുള്ള പിത്തിനകത്തേക്ക് സൈലം എക്സ്പാൻഡ് ചെയ്ത വഴിയാണ് ഫോം ചെയ്തതെന്നാണ് ഇൻട്രാസ്റ്റീലാർ ഒറിജിൻ പറയുന്നത്. ഇത് നമ്മൾ എക്സ്പാൻഷൻ തിയറി എന്നും പറയാറുണ്ട്. ഇനി എക്സ്ട്രാസ്റ്റീലാർ ഒറിജിൻ പറയുന്നത് ജാഫ്രിയാണ് ഇങ്ങനെ പറഞ്ഞത്. പിത്ത് ഒറിജിനേറ്റ് ചെയ്തത് ഇൻവേഷൻ വഴിയാണ്. പാരൻകൈമേറ്റസ് സെൽസ്, കോർട്ടെക്സിലുള്ള പാരൻകൈമേറ്റസ് സെൽസ് അകത്തേക്ക് ഇൻവേഡ് ചെയ്ത വഴിയാണ് ഒറിജിൻ ചെയ്തതെന്നാണ് എക്സ്ട്രാസ്റ്റീലാർ ഒറിജിൻ പറയുന്നത്. അപ്പോൾ ഇൻട്രാ എന്ന് പറയുമ്പോൾ ഇൻട്രാസ്റ്റീലാർ എന്ന് പറഞ്ഞാൽ അകത്തുനിന്ന്. അപ്പോൾ ഇവർ പറയുന്ന ഇൻട്രാസ്റ്റീലാർ ഒറിജിനിൽ പറയുന്ന അകത്ത് കിടക്കുന്ന സൈലം, സ്റ്റീലിനകത്തുള്ള സൈലം തന്നെ എക്സ്പാൻഡ് ചെയ്ത് പിത്തിനകത്തേക്ക് കയറിയത് വഴിയാണ് സൈഫണോസ്റ്റീൽ ഡെവലപ്പ് ചെയ്തത്. എക്സ്ട്രാസ്റ്റീലാർ പറയുന്നത് പുറത്ത് കിടക്കുന്ന കോർട്ടെക്സ് അകത്തേക്ക് ഇൻവേഡ് ചെയ്ത വഴിയാണ് നടുക്ക് പിത്ത് ഫോം ചെയ്തതെന്നാണ് എക്സ്ട്രാസ്റ്റീലാർ ഒറിജിൻ പറയുന്നത്. ഇതിനെ നമ്മൾ ഇൻവേഷൻ തിയറി എന്ന് പറയാറുണ്ട്. എക്സ്ട്രാസ്റ്റീലാറിനെ ഇൻവേഷൻ തിയറി എന്നും ഇൻട്രാസ്റ്റീലാറിനെ എക്സ്പാൻഷൻ തിയറി എന്നുമാണ് പറയാറുള്ളത്. മോഡിഫിക്കേഷൻസ് ഓഫ് സൈഫണോസ്റ്റീൽ. സൈഫണോസ്റ്റീലിന് പലതരം മോഡിഫിക്കേഷൻസ് കാണാറുണ്ട്. പ്രസൻസ് ഓഫ് നോൺ ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ലീഫ് ഗ്യാപ്പുകളുടെ അനുസരിച്ച്. ഓവർലാപ്പിംഗ് ആണോ, ഒന്നിന് മുകളിലായിട്ടാണോ ലീഫുകൾ ഫോം ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നോൺ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ലീഫ് ഗ്യാപ്പുകളാണോ, അതിനനുസരിച്ച് നമുക്ക് സൈഫണോസ്റ്റീലുകൾ പലതായിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് സൊളിനോസ്റ്റീൽ. സൊളിനോസ്റ്റീൽ എന്ന് പറയുന്നത് നോൺ ഓവർലാപ്പിംഗ് ലീഫ് ഗ്യാപ്പ് വഴി ഉണ്ടായതാണ് സൊളിനോസ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി നോൺ ഓവർലാപ്പിംഗ് എന്താണെന്നറിയണം. എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് ഓൾട്ടർനേറ്റ് ആണ് എങ്കിൽ നമുക്കതിനെ നോൺ ഓവർലാപ്പിംഗ് ലീഫ് ഗ്യാപ്പ് എന്ന് പറയാം. അതായത് ഒരു ലീഫ് ഗ്യാപ്പ് ഈ സൈഡിലാണ് ഫോം ചെയ്തത്, മറ്റേത് അപ്രോച്ച് സൈഡിലാണ്. അപ്പോൾ അത് ഓവർലാപ്പ് ചെയ്യുന്നില്ല, ഒന്നിൻ്റെ മുകളിലായിട്ട് വന്ന് കിടക്കുന്നില്ല. പക്ഷേ ലീഫ് രണ്ടും അടുത്തടുത്തുള്ള ലീഫുകൾ സെയിം സൈഡിലാണ് എങ്കിൽ ആക്ച്വലി അതിനെ നമുക്ക് ഓവർലാപ്പിംഗ് ലീഫ് ഗ്യാപ്പ് എന്ന് പറയാം. സൊളിനോസ്റ്റീൽ എന്ന് പറയുന്നത് നോൺ ഓവർലാപ്പിംഗ് ലീഫ് ഗ്യാപ്പ് ഉള്ള ഇതിനെയാണ് നമ്മൾ സൊളിനോസ്റ്റീൽ എന്ന് പറയുന്നത്. എക്ടോഫ്ലോയിക് സൊളിനോസ്റ്റീലിനകത്ത് ഫ്ലോയം ഔട്ടർ സൈഡിൽ മാത്രമാണ് കാണുന്നത്. ആംഫിഫ്ലോയിക്കിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് സൈലത്തിൻ്റെ 2 സൈഡിലുമായിട്ട് നമുക്ക് ഫ്ലോയം കാണാനായിട്ട് പറ്റും. സൊളിനോസ്റ്റീലിന് എക്സാമ്പിളാണ് നമ്മുടെ അഡയാൻജം, പെഡേറ്റോ ഒക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഡിക്റ്റിയോസ്റ്റീൽ. ചില ഫേൺസ് ആയിട്ടുള്ള ഡ്രയോപ്റ്ററസ്, ടെറിസ്, ഒഫിയോഗ്ലോസം അവർക്കൊക്കെ ക്രൗഡഡ് ആയിട്ടുള്ള ലീവ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ലീഫ് ഗ്യാപ്പുകൾ ഓവർലാപ്പ് ചെയ്ത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓവർലാപ്പിംഗ് ലീഫ് ഗ്യാപ്പ് ഉള്ളവരെയാണ് നമ്മൾ ഡിക്റ്റിയോസ്റ്റീൽ എന്ന് പറയുന്നത്. അത് നമ്മൾ സെക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയധികം റിങ്സ്, കോൺസെൻട്രിക് റിങ്സ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം, നടുക്ക് സൈലവും പുറത്ത് ഫ്ലോയും ആയിട്ട് കുറേയധികം കോൺസെൻട്രിക് റിങ്സ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരിക. ഇങ്ങനെയുള്ള ഓരോ ഇൻഡിവിജ്വൽ വണ്ണിനെ നമ്മൾ മെറി സ്റ്റീൽസ് എന്നാണ് പറയാറുള്ളത്. മെറി സ്റ്റീൽസ്. ഇതിനകത്തിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും കുറേയധികം ബണ്ടിൽസ് ആയിട്ട്, നടുക്ക് സൈലവും പുറത്ത് ഫ്ലോയോ ആയിട്ട് കുറേയധികം ബണ്ടിൽസ് ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെയാണ് ഈ പിങ്ക് കളറിൽ കാണുന്നത്. അതിനെയാണ് നമ്മൾ മെറി സ്റ്റീൽസ് എന്ന് പറയുന്നത്. അതായത് ലീഫ് ഗ്യാപ്പുകൾ ഓവർലാപ്പ് ചെയ്യുന്നത് വഴി ഫോം ചെയ്യുന്ന സൈഫണോസ്റ്റീലിനെയാണ് നമ്മൾ ഡിക്റ്റിയോസ്റ്റീൽ എന്ന് പറഞ്ഞാൽ. ഓരോ ബണ്ടിലിനകത്തും കോൺസെൻട്രിക് റിങ്സ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം കാണാനായിട്ട് പറ്റും. ഓരോ ബണ്ടിലിനകത്തും സൈലവും ഫ്ലോയും അങ്ങനെയായിട്ട് കാണാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള ഓരോ ഇൻഡിവിജ്വൽ വണ്ണിനെ നമ്മൾ മെറി സ്റ്റീൽസ് എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സൈഫണോ സ്റ്റീലാണ് യു സ്റ്റീൽ. നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന സ്റ്റീലിനെയാണ് നമ്മൾ യു സ്റ്റീൽ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റീല് സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറേയധികം ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കൊളാട്രൽ ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസ് നമുക്ക് ഭിത്തി കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ യു സ്റ്റീൽ എന്ന് പറയുന്നത്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ കാണുന്ന സ്റ്റീലാണ് യു സ്റ്റീൽ. നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണാണ് അറ്റാക്ടോ സ്റ്റീൽ. ഇവിടെ സ്റ്റീലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കൊളാട്രൽ ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസ്, നമ്മുടെ ഗ്രൗണ്ട് ടിഷ്യൂവിൽ സ്കാറ്റേർഡ് ആയിട്ട് കുറേയധികം കൊളാട്രൽ വാസ്കുലർ ബണ്ടിൽസ് കാണുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ അറ്റാക്ടോ സ്റ്റീൽ എന്ന് പറയുന്നത്. മോണോകോട്ട് സ്റ്റെമ്മിൽ കാണുന്ന സ്റ്റീലാണ് അറ്റാക്ടോ സ്റ്റീൽ. നെക്സ്റ്റ് ടൈപ്പാണ് പോളിസൈക്ലിക് സ്റ്റീൽ അല്ലെങ്കിൽ പോളി സ്റ്റീൽ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പുണ്ട്, പോളിസൈക്ലിക് സ്റ്റീലും പോളി സ്റ്റീലും. പോളിസൈക്ലിക് ആ പേരിനകത്ത് തന്നെ കുറേയധികം കോൺസെൻട്രിക് സിലിണ്ടേഴ്സ് ആയിട്ട് വാസ്കുലർ ടിഷ്യൂസ് കാണുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോളിസൈക്ലിക് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വൽ സ്റ്റീലും ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞ മെരി സ്റ്റീൽസ് പോലെയല്ല ഇതിനകത്ത്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഫസ്റ്റ് ഡയഗ്രാം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു റിങ് വാസ്കുലർ ടിഷ്യൂ, അടുത്ത റിങ് സൈലോഫ്ലോയോ, അടുത്ത റിങ് ഓഫ് വാസ്കുലർ ടിഷ്യൂ, അങ്ങനെ കോൺസെൻട്രിക് ആയിട്ട് റിങ്സ് ആയിട്ട് വാസ്കുലർ ടിഷ്യൂസ് കാണുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോളിസൈക്ലിക് സ്റ്റീൽ എന്ന് പറയുന്നത്. ഇനി പോളി സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്റ്റീൽ കാണുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോളി സ്റ്റീൽ എന്ന് പറയുന്നത്. ഇതാണ് പോളി സ്റ്റീൽ എന്ന് പറഞ്ഞ കണ്ടീഷൻ. ചില റെയർ കണ്ടീഷൻസിനകത്ത് സ്റ്റെമ്മിനകത്തും റൂട്ട്സിനകത്തും മോർ ദാൻ വൺ സ്റ്റീൽ കാണും. അതിനെയാണ് നമ്മൾ പോളി സ്റ്റീൽ എന്ന് പറയുക. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.